ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വോൾട്ട് വിറ്റ്മാൻ്റെ ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്ന പോയമാണ്. ആദ്യം നമുക്ക് ഓഥറിനെക്കുറിച്ച് നോക്കാം. ഇംഗ്ലീഷ്, ഡച്ച്, വെൽഷ് സ്റ്റോക്ക് എന്നിവയുടെ നീണ്ട ദ്വീപിലാണ് വിറ്റ്മാൻ ജനിച്ചത്. അദ്ദേഹം ബൈബിൾ, ഷേക്സ്പിയർ, ഓസിയൻ, സ്കോട്ട്, ഹോമർ കൂടാതെ ഗ്രീക്ക്, ഹിന്ദു കവികളായ നിലങ്കരേറ്റ്, ഡാൻഡെ എന്നിവയിൽ ചിലത് വായിക്കുമായിരുന്നു. ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകളുടെ റിതം ആൻഡ് തോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ന്യൂ ഓർലിയൻസിൽ അദ്ദേഹം ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയനായി എന്ന് കരുതപ്പെടുന്നത് പോലെ ഈ സമയത്ത് അദ്ദേഹം ചില നിഗൂഢ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം സ്ഥിരമായി ഒരു ശരാശരി മനുഷ്യനായി സ്വയം ആഘോഷിച്ചു. ജനാധിപത്യ ഡെമോക്രാറ്റിക് ഇക്വാലിറ്റിയിലുള്ള വിശ്വാസത്തിനും സോഷ്യൽ റെസ്ട്രിക്ഷനും എതിരെയുള്ള ഇൻഡിവിജ്വൽ റിബലിൻ്റെ വിശ്വാസത്തിനും ഇടയിൽ വിഭജിച്ചു. അദ്ദേഹം തൻ്റെ സങ്കല്പത്തിൽ ശരാശരി മനുഷ്യൻ്റെയും സൂപ്പർമാൻ്റെയും രൂപത്തെ കമ്പൈൻ ചെയ്തു. ഡെമോക്രസി ജനാധിപത്യത്തിലൂടെ സാമൂഹിക സ്വാതന്ത്ര്യം ഫോളോ ചെയ്യുന്നത് പോലെ സ്നേഹത്തിലൂടെ ഇമോഷണൽ ഫ്രീഡം, വൈകാരിക സ്വാതന്ത്ര്യം ഫോളോ ചെയ്യുന്നതിലും തീക്ഷ്ണതയുള്ള ആളാക്കി തീർത്ത ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ അദ്ദേഹം തീർച്ചയായും ഡിഫറൻ്റ് ആയിരുന്നു. മനുഷ്യനോടുള്ള തൻ്റെ ജനാധിപത്യ സ്നേഹത്തിൻ്റെ അടിക്കടിയുള്ള ശക്തമായ പ്രഖ്യാപനങ്ങളിലും അദ്ദേഹം ഡിഫറൻ്റ് ആയിരുന്നു. കൂടാതെ അദ്ദേഹം ഒരു ഹോമോസെക്ഷൽ സ്വവർഗ അനുരാഗിയായി കണക്കാക്കപ്പെടുന്നു. അത്തരം അസാധാരണമായ സെൻസിറ്റിവിറ്റിയും തീവ്രമായ സെൻഷ്യസ്നെസ് അല്ലെങ്കിൽ ഇന്ദ്രിയബോധം അദ്ദേഹത്തിൻ്റെ കവിതയിലെ പ്രാഥമിക ശക്തികളെ കണക്കാക്കപ്പെടുന്നു. മറ്റ് ഇൻഫ്ലുവൻസിൽ ഗെതയുടെ ഓട്ടോബയോഗ്രഫിയും ഉൾപ്പെടുന്നു. അത് മനുഷ്യൻ പ്രപഞ്ചത്തെ സ്വയം വിലയിരുത്തുന്നതായി കാണിച്ചു. ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രാഡിക്ഷനിലൂടെയും പരിണമിക്കുന്ന ഒരു കോസ്മിക് അവബോധം, കോൺഷ്യസ്നെസ് എന്ന ആശയം നൽകിയത് ഹെഗലിൻ്റെ ഫിലോസഫിയാണ്. കാർലൈലിൻ്റെ നായകന്മാരും നായകന്മാരുടെ ആരാധനയും മനുഷ്യനിർമ്മിത നിയമങ്ങൾക്കപ്പുറമുള്ള ഒരു ശക്തിയാണ് സുപ്പീരിയറായി ഇൻഡിവിജ്വൽസ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് പോമത്തിൻ്റെ സമ്മറി നോക്കാം. വിറ്റ്മാൻ ഒരു ഡെമോക്രാറ്റും ഫ്രീഡം ലവറുമായിരുന്നു. ഫ്രീഡം ചാമ്പ്യൻ എന്ന നിലയിൽ അമേരിക്കയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ചിന്തകളുണ്ടായിരുന്നു. നീഗ്രോസിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതായി രാഷ്ട്രം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ വിറ്റ്മാൻ ലിങ്കണിനെയും ഫ്രീഡത്തിനായി പോരാടിയ വടക്കൻ ശക്തികൾ നോർത്തേൺ ഫോഴ്സസിനെ പിന്തുണച്ചു. ദൈനംദിന ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൻ്റെ സ്തുതിയാണ് അല്ലെങ്കിൽ പ്രേസിംഗ് ആണ് ഈ കവിത. അമേരിക്കക്കാർ അവർക്ക് കിട്ടുന്ന ജോലി അനുഭവിക്കുന്ന അടിമകളല്ല. അവർ തങ്ങളുടെ ജോലിയെ ഒരു വിമോചന ശക്തിയാക്കുന്നു. ദേ മേക്ക് ദെയർ വർക്ക് എ ലിബറേറ്റിംഗ് ഫോഴ്സ്. അവർ പാടുന്ന പാട്ടുകളിൽ സ്വാതന്ത്ര്യബോധം പ്രകടമാണ്. അവിടെ സൗഹൃദവും സമൂഹ ജീവിതവുമുണ്ട്. പുരുഷന്മാർ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പൊതു നന്മയ്ക്കും അവരുടെ രാജ്യത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്ക എല്ലായിടത്തും വിവിധ ആളുകളിലൂടെ പാടുകയാണ് എന്ന് കവിതയിൽ പോയിറ്റ് പറയുന്നു. മെക്കാനിക് ശക്തമായ ഉച്ചാരണത്തിൽ സന്തോഷകരമായ ഒരു ഗാനം ആലപിക്കുന്നു. മരപ്പണിക്കാരൻ തടി അളക്കുമ്പോൾ പാടുന്നു. ജോലിക്ക് തയ്യാറാകുമ്പോഴേ ജോലി ഉപേക്ഷിക്കുമ്പോഴോ മേസൻ പാടുന്നു. ഒരു ബോട്ട്മാൻ എന്ന നിലയിൽ തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോട്ട്മാൻ പാടുന്നു. ഡെക്മാനും പാടുന്നു. ചെരുപ്പ് നിർമ്മാതാവ് ഇരുന്ന് പാടുന്നു. തൊപ്പിക്കാരൻ നിന്നുകൊണ്ട് പാടുന്നു. മരവെട്ടുകാരന് സ്വന്തം പാട്ടുണ്ട്. പ്ലോബോയ് രാവിലെ, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ ഇടവേളയിൽ തൻ്റെ വഴിയിൽ പാടുന്നു. അമ്മയും യുവഭാര്യയും പെൺകുട്ടിയും പാടുന്നു. ഓരോരുത്തരും അവർക്ക് ഉള്ളതിനെക്കുറിച്ചാണ് പാടുന്നത്. പകൽ ഗാനങ്ങൾ അവസാനിച്ചപ്പോൾ ചെറുപ്പക്കാർ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവരുടെ ശ്രുതിമധുരമായ രാത്രി ഗാനങ്ങൾ ആരംഭിക്കുന്നു. അവർ ഫ്രീഡത്തെക്കുറിച്ചും സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ചും പാടുന്നു. അവർ ശക്തരും ഫ്രണ്ട്ലിയുമാണ്, ഒരുമിച്ച് പാടുന്നു എന്നും പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുന്നു.